എല്ലാ കൂട്ടുകാർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് ഞാൻ അങ്കണവാടി വിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. പോരുന്ന വഴിയിൽ ഇഷ്ടം പോലെ റബ്ബർ മരങ്ങളുള്ള ഏരിയ ആണ് കേട്ടോ. ഒരു 6-7 കിലോമീറ്റർ ഇങ്ങോട്ട് പോരണം കേട്ടോ, പൂക്കോടുംപാടത്ത് എൻ്റെ വീട്ടിലേക്ക്. സത്യം പറയുകയാണെങ്കിൽ ആ കാറ്റടിച്ചപ്പോഴൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പഠിച്ചവൻ എന്തായാലും കാത്തു. നമ്മളിവിടെ എത്തുന്നതിൻ്റെ മുന്നേ മരമൊക്കെ പൊട്ടി വീണിട്ടുണ്ട് കേട്ടോ. 2-3 മരം പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ പഠിച്ചവന് സ്തുതി. ആരും ഇതൊക്കെ മേത്തൊക്കെ വീഴുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മളൊക്കെ അവസ്ഥ? വണ്ടി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുകയെന്ന് വെച്ചെങ്കിൽ എന്തായിരിക്കും? ഞാനതിങ്ങനെ ആലോചിച്ച് നോക്കി. കുറച്ച് സമയം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇതിൽ ഏതോ ഒരു സമയം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ സ്തുതി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ മരം വീണ് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞും ഇഴഞ്ഞൊന്നും ആരും പോവരുത്. കറണ്ട് കമ്പി കൂടെയാണ് ഇത് വീണിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്നാണ്ട് മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കണം. കറണ്ട് ഉണ്ടാകുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവുമോ ഇല്ലേ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ പൊട്ടിക്കലിലെ ചുണക്കുട്ടികൾ മരം മുറിക്കുന്ന കാക്കമാരും ഏട്ടന്മാരും കൂടിയിട്ടാണ് ഇത് മുറിച്ച് വൃത്തിയാക്കിയത്. വേറെ ആരും കാത്തു നിന്നിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളെ ആൾക്കാർ, ഞങ്ങളെ നാട്ടുകാരാണ് ഇതെല്ലാം അപ്പം തന്നെ ഓടി വന്നിട്ട് ഇതൊക്കെ മുറിച്ച് മാറ്റി വണ്ടിയും ബസ്സും എല്ലാ വണ്ടികളും പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊട്ടിക്കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരുമയുടെ നാട് എന്ന് പറയുന്നത്. ആരെയും കാത്തു നിൽക്കാതെ അവരെന്നെ വന്ന് മുൻകൈ എടുത്ത് അതൊക്കെ മുറിച്ച് മാറ്റി ക്ലിയർ ആക്കണതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിലുള്ള പണിക്കാരൊക്കെ നമ്മുടെ പൊട്ടിക്കല്ലിലുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മഴക്കാലമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. കാറ്റടിക്കുന്ന ടൈമിൽ വണ്ടി ഒട്ടിച്ച് പോവാതിരിക്കുക. കാരണം മരങ്ങൾ കൂടുതലുള്ള സ്ഥലമാകുമ്പോൾ കേട്ടോ. ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ മരങ്ങൾ കൂടുതലുള്ള ഒരു ഏരിയയാണ്. കൂടുതൽ റബ്ബറാണ് കേട്ടോ, പിന്നെ തെങ്ങ്. അപ്പോൾ കാറ്റടിക്കുമ്പോൾ അതൊക്കെ പെട്ടെന്നായിരിക്കും വീഴുക. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. മഴക്കാലത്ത് എല്ലാവരും സേഫായിട്ടിരിക്കുക. ആരും അപകടത്തിലൊന്നും ചെന്ന് പെടാതിരിക്കട്ടെ. പഠിച്ചവന് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള അപകടങ്ങളെയൊക്കെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വരാം. ടാറ്റാ.